പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. എങ്കിലും പിതാവേ, എന്റെ ഇഷ്ടപ്രകാരമല്ല, അവിടുത്തെ ഇഷ്ടപ്രകാരം തന്നെയാകട്ടെ. നിന്റെ ഇഷ്ടാനുസരണം നീ പ്രാർത്ഥിക്കുക യേശുവേ. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാൻ വിജയം നേടും. അവന്റെ ഏകപുത്രന്റെ മരണത്തിലൂടെയായിരിക്കും അത്. സ്വയം പറഞ്ഞു നടക്കുന്നവനെ വേഗം പോയി കണ്ടുപിടിക്കുക. എവിടെയവൻ? യൂദാ, നീ എന്താണ് ഇപ്പോൾ ഇവിടെ? അതും ഈ ദൈവാലയത്തിലെ കാവൽക്കാരോടൊപ്പം. നിങ്ങൾ ആരെയാണ് തിരിയുന്നത്? നസ്രായനായ യേശുവിനെ. ശരി, ഈ കൂട്ടത്തിൽ ആരാണവൻ? എന്നെ അനുസരിക്കുക. നമ്മൾ തുടങ്ങി വെച്ച ജോലി തീർക്ക്. അവർക്കൊരടയാളം കാണിച്ചു കൊടുക്കുക. യൂദാ, നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? ഓ, നീയാണല്ലേ അവൻ? ഞാൻ അവൻ തന്നെ. അവർ നിന്നെ പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പത്രോസേ, നീ നിന്റെ വാൾ ഉറയിൽ തന്നെ ഇടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ എന്റെ കർത്താവേ, ഇതും അനുവദിക്കൂ. ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ എന്റെ പിന്നാലെ പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ നിങ്ങൾ കൈയൊങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും അതോടൊപ്പം തന്നെ ഇരുളിന്റെ അധികാരവുമാകുന്നു. ഈ പ്രസംഗം നിന്റെ വിചാരണ സമയത്ത് ഉപയോഗിക്കും. യോഹന്നാനെ, മറിയ, എന്റെ മകൻ എന്താണ് ഇനി സംഭവിക്കുക? അമ്മ ഒരിക്കൽ പോലും അത് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞതാ ക്രിസ്, 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. എന്നാ നീ അത് ശ്രദ്ധിച്ചില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. നിന്നോട് ചോദിച്ചില്ല. അമ്മേ, ആ സ്റ്റാനങ്കിൾ ആളൊരു ബോറനാ. അദ്ദേഹം നിന്റെ അങ്കിളാണ്. അദ്ദേഹം ഒരു രാത്രി മാത്രമേ ഈ നഗരത്തിൽ ഉണ്ടാകൂ. അദ്ദേഹത്തിന് നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അതിന് പോലും നിനക്ക് കഴിയില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? പക്ഷെ ഇന്ന് രാത്രി സിവിക്കിൽ ബ്രോക്കൺ ഇയർ ഡ്രം ഗാനമേളയുള്ളതാ. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗാനമേളയാ അത്. നീ ഇത് ഒഴിവാക്കേണ്ടി വരും. അമ്മ എന്നോട് കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ സംസാരിക്കുമ്പോ നീ ഇങ്ങനെ നടന്നു പോകുന്നില്ലേ? അതാണ് ശരിയല്ലാത്തത്. ഹായ് ക്രിസ്, എന്തു പറ്റി? ജോയ്, നീ പറഞ്ഞ വിശ്വസിക്കില്ല. ഓരോ പ്രാവശ്യം ഞാൻ പ്ലാൻ ഇടുമ്പോഴും അമ്മ എന്തെങ്കിലും പറഞ്ഞത് നശിപ്പിക്കും. ക്രിസ്റ്റഫർ ക്വാണ്ടം, എനിക്ക് നിന്റെ ഈ മോശം പെരുമാറ്റത്തെ കുറിച്ചൊന്ന് സംസാരിക്കണം. അതും ഇപ്പൊ ഇവിടെ വെച്ച്. സൂപ്പർ ബുക്ക്. ഇത് കുഴപ്പമാവും.
ഡ്രസ്സ് കൊള്ളാലോ. എന്തൊക്കെയാ ഇത്? ഉറപ്പോടെയും ധൈര്യത്തോടെയും ഇരിക്കുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത്. ആരാ അത് പറഞ്ഞത്? പേടിക്കണ്ട അമ്മേ, അത് സൂപ്പർ ബുക്കാ. അത് നമ്മളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. നീ എന്തിനെ കുറിച്ച് ഈ പറയുന്നത്? നീ ഇതിനു മുമ്പും ഇതുപോലെ പോയിട്ടുണ്ടെന്നാണല്ലോ തോന്നുന്നേ. പോയിട്ടുണ്ട് പലതവണ. സൂപ്പർ ബുക്കിന് എന്തെങ്കിലും ഞങ്ങളെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകും. എന്നാൽ ഞങ്ങൾ എപ്പോഴും സുരക്ഷിതരായി മടങ്ങി വരാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാനായി കൂടെയുള്ളപ്പോൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. മാറി നിൽക്ക്, ഇതെന്റെ മുന്നറിയിപ്പാണ്. ഒന്ന് നിർത്തണ്ട ഗിസ്. നമ്മൾ ഇതെവിടെയാണ്? എന്റെ സെൻസറുകൾ സൂചിപ്പിക്കുന്നു യേശുവിന്റെ ജനനശേഷം 30-ലധികം വർഷങ്ങൾ കഴിഞ്ഞെന്ന്. സ്ഥലം യെരുശലേം. ആരെങ്കിലും എന്നോടൊന്ന് പറയോ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അവർ യേശുവിനെ പിടിച്ചു, നമ്മുടെ മശിഹയെ. എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കറിയാം, യേശു എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വിശ്വസിക്കാനാവാത്ത കാര്യം, ഞാനിവിടെ അതായത് ഒരു സമയമായി, എല്ലാവരും വഴിമാറ്. ഞങ്ങൾ യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. എന്റെ കൂടെ വരൂ, വേഗമാവട്ടെ. ഈ വഴി വാ അമ്മേ. അമ്മേ, അമ്മേ, എവിടെയാ നീ? ഗ്രേസ്! നീ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്റെ മകനെ, അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഞാനും. എന്നാൽ എന്റെ മകൻ എവിടെയാണെന്ന് എനിക്കറിയാം. അവരാ പിടിച്ചോണ്ട് പോയ ആളാണോ യേശു? അതാണോ നിങ്ങളുടെ മകൻ? അതെ, ഞാൻ മറിയയാണ്. അവരെന്തിനാണ് അവനെ പിടിച്ചോണ്ട് പോയത്? നീ യഹൂദന്മാരുടെ രാജാവാണോ? ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞതോ? നിന്റെ ജനവും പുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ചെയ്ത കുറ്റമെന്ത്? എന്റെ രാജ്യം ഒരിക്കലും ഐഹികമല്ല. അപ്പോൾ നീ രാജാവെന്നാണോ? നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാം തന്നെ എന്റെ വാക്കുകൾ ശ്രവിക്കുന്നു. സത്യമെന്നാൽ എന്താണ്? ഇവനെ കൊണ്ടുപോയി ചാട്ടവാറിനടിപ്പിക്കേ. എവിടെ തെരഞ്ഞിട്ടും അമ്മയെ കാണുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നീ ഞങ്ങളെ സംരക്ഷിച്ചോളാന്ന് പറയാറില്ലേ? പറയാറുണ്ട്, പക്ഷേ അത് വേറെ ഏതെങ്കിലും സ്ഥലത്തിന്റെ കാര്യമായിരിക്കും ഞാൻ പറഞ്ഞത്. യഹൂദരുടെ ഈ രാജാവ് വിജയിക്കട്ടെ. നിന്നെ ക്രൂശിപ്പാനും വിട്ടയപ്പാനുമുള്ള അധികാരം നമുക്കുണ്ടെന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. ഇവനെ പുറത്തു കൊണ്ടുവരിക. യെരുശലേം നിവാസികളെ,
മനുഷ്യനെ നിങ്ങൾ കാണുവിൻ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ രാജാവിനെ കുരിശിൽ തറയ്ക്കുകയാണോ? അങ്ങനെ ചെയ്യരുത്, അരുത്. അവനെ കുരിശിൽ തറയ്ക്കൂ, അവനെ കുരിശിൽ തറയ്ക്കൂ. ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റു രാജാവില്ല. ദയവായി ഇതൊന്ന് നിർത്തൂ. അമ്മേ, ക്രിസ്, കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ ഇവനെ നോക്കിക്കൊള്ളു. ജോയ്, അമ്മ എന്നോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ചിലപ്പോ എന്നോട് ദേഷ്യമായിരിക്കോ? ഒരു സംസാരിക്കുന്ന പുസ്തകം അമ്മയെ 2000 വർഷം പിന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവിടെ വച്ച് ക്രുദ്ധരായ ഒരു ജനസമൂഹത്തിന്റെ ഇടയിൽപ്പെട്ട് അമ്മയ്ക്ക് അപകടം സംഭവിക്കേണ്ടതായിരുന്നു. എന്നാലിപ്പോ ഒരു അപകടമില്ലാതെ രക്ഷപ്പെട്ടില്ലേ? നീ പറഞ്ഞ ശരിയാ. എന്റെ കാര്യം എന്താവോ? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട മിസ്സസ് ക്വാണ്ടം, മറിയയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മേ, എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമാണെന്നറിയാം. എന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല. സൂപ്പർ ബുക്ക് നമ്മൾ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോയി വീട്ടിലെത്തിക്കും. ഞാൻ വാക്ക് തരാം, നമുക്കൊരു അപകടവും വരില്ല. ക്രിസ്, മറിയയ്ക്ക് തന്റെ മകനെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഒരമ്മയ്ക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വേദനയുള്ള കാര്യം. ഞാൻ മറിയെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല. അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അത് ഇതേ മനോഭാവം തന്നെയാണ് നീ നമ്മുടെ വീട്ടിലും കാണിക്കാറുള്ളത് ക്രിസ്. നീ എന്താണ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? അമ്മേ, ഞാൻ യോഹന്നാൻ, നമുക്കെന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ പരിധിക്ക് പുറത്താണ്. യേശുവിന് ഇത് അറിയാമായിരുന്നു. ഞങ്ങളെ മനസ്സിലാക്കുവാൻ അവൻ ശ്രമിച്ചതുമാണ്. ഞങ്ങൾ അവനെ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. നമുക്കങ്ങോട്ട് പോണം. അവർ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ അവരത് അറിഞ്ഞത്? മറിയ അവന്റെ അമ്മയാണ്. യോഹന്നാനെ, അവസാനം ഞാൻ നിങ്ങളെ കണ്ടെത്തി. ഇത് മഗ്ദലക്കാരത്തി മറിയയാണ്, യേശുവിന്റെ ഒരു സ്നേഹിത. എന്റെ മകൻ എവിടെ? അവരവനെ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് അവിടെ എത്തണം.
എല്ലാവരും കാണാനായി ഈ അടയാളം വെക്കണമെന്ന് പീലാത്തോസ് ആജ്ഞാപിച്ചിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നേ? എബ്രായ, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ എഴുതിയിരിക്കുന്നത് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. വേണ്ട. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ഇന്നു മുതൽ ഇനി അങ്ങോട്ടെന്നും എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ കാണുകയും ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. എനിക്ക് ദാഹിക്കുന്നു. അവന് വെള്ളം കൊടുക്ക്. എന്റെ പക്കൽ കുറച്ച് പുളിച്ച വീഞ്ഞുണ്ട്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയാണ് സത്യം. നമ്മൾ ഇവിടെ എത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സൂപ്പർ ബുക്ക് എന്നാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത്? ചിലപ്പോ സൂപ്പർ ബുക്കിന് നമ്മളെ മറ്റെന്തെങ്കിലും കാണിക്കാനുണ്ടാവും. യോഹന്നാൻ, ഞാൻ ദൈവപുത്രനെ കണ്ടു. അവൻ ജീവനോടെ ഉണ്ട്. എന്താ ഈ പറയുന്നത്? അതെങ്ങനെ സംഭവിച്ചു? നീ ഭാഗ്യവതിയാ. സത്യമാണോ ഇത്? നിങ്ങൾ ഇവിടെ നിൽക്ക്. ശരിക്കും എന്താണ് നീ അവിടെ കണ്ടതെന്ന് പറയൂ. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ കല്ലറയുടെ അടുത്തേക്ക് പോയി. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? അവർ കർത്താവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഞങ്ങൾക്കറിയില്ല അവനെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന്. നീ കരയുന്നതെന്ത്? നീ ആരെ തിരയുന്നു? നീയാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് പറയും. ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. മറിയേ, യേശു, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു. പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറയൂ. അവിടെ അവർ എന്നെ കാണും. മറിയേ, മറിയേ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറ ശൂന്യമാണ്. പല വർഷങ്ങളായി ഞങ്ങൾ അവന്റെ സന്ദേശം കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ കണ്ടു.
ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന്റെ ഏകജാത പുത്രനെ നമുക്ക് നൽകിയത്. അവനെ സ്നേഹിക്കുന്ന ഒരുവനും മരണപ്പെടുകയില്ല, നിത്യജീവനെ പ്രാപിക്കും. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നിന്റെ കരുണയ്ക്ക് നന്ദി ഫീബി. ദൈവം നിന്റെ മകനെയും നിന്നെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നിന്റെ അമ്മയെ നീ ശ്രദ്ധിക്കണം. തീർച്ചയായും. നമുക്ക് മറ്റുള്ളവരെ കണ്ടുപിടിക്കണം. അതെ, നമ്മൾ കണ്ടത് മറ്റുള്ളവരെ അറിയിക്കണം. അപ്പൊ നമുക്ക് തിരികെ പോകാൻ സമയമായെന്നാ തോന്നുന്നേ. ഓ, വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ നിന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. നീ ഇങ്ങനെ നടന്നു പോകുന്നില്ലേ? അതാണ് ശരിയല്ലാത്തത്. ക്രിസ്റ്റഫർ കോണ്ടം, ക്രിസ്, നിന്റെ അമ്മയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് നിന്റെ ഈ മോശം പെരുമാറ്റത്തെ കുറിച്ചൊന്ന് സംസാരിക്കണം. അതും ഇപ്പൊ ഇവിടെ അമ്മേ, വെച്ച്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റിയതാ. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയില്ല. അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഞാനത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോഴാ എന്താണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഞാൻ അമ്മയോടും അച്ഛനോടും സ്ഥാനങ്ങളോടൊപ്പം വരാൻ തയ്യാറാ. അമ്മ വിഷമിക്കണ്ട, ഇതെങ്കിലും ഞാൻ ചെയ്യേണ്ടതല്ലേ. ഓ ഓക്കെ, നന്നായി. ഞാനിപ്പോ ജോയുടെ കൂടെ ഹോംവർക്ക് ചെയ്യാൻ പോവാ. അങ്കിളിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെത്തിക്കോളാം. അവൻ ഇങ്ങനെ മാറാൻ എന്തായിരിക്കും കാരണം?